ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ക്ലിക്ക്. ഈ വീഡിയോയിൽ നമ്മൾ എന്താണ് ട്രാൻസാക്ഷൻ എന്നുള്ളതും ട്രാൻസാക്ഷൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ് എന്നുള്ളതുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഡേറ്റാബേസ് ആപ്ലിക്കേഷനിൽ ഒരു സിംഗിൾ ലോജിക്കൽ ഓപ്പറേഷൻ അല്ലെങ്കിൽ ഒരു സിംഗിൾ ലോജിക്കൽ ഫങ്ഷൻ പെർഫോം ചെയ്യുന്നതിന് വേണ്ടി ആവശ്യമായിട്ടുള്ള കളക്ഷൻ ഓഫ് ഓപ്പറേഷൻസ്, അതിനെയാണ് ട്രാൻസാക്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓരോ ട്രാൻസാക്ഷനും നമുക്ക് വേണമെങ്കിൽ പറയാം യൂണിറ്റ് ഓഫ് അറ്റോമിസിറ്റി ആണ്. അറ്റോമിസിറ്റി എന്ന് പറഞ്ഞിട്ട് വെച്ചാൽ ഇറ്റ്സ് എ പ്രോപ്പർട്ടി ആക്ച്വലി ദാറ്റ് ഇൻഫോംസ് ഓൾ ദ ഇൻസ്ട്രക്ഷൻസ് ഓഫ് എ ട്രാൻസാക്ഷൻ ആർ സക്സസ്ഫുൾ അല്ലെങ്കിൽ നൺ ഓഫ് ദം. ഓക്കെ, ഈ ഒരു കോൺസെപ്റ്റ് അറ്റോമിസിറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഓൾ ഓർ നൺ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. ഓക്കെ, ഒന്നുകിൽ എല്ലാ ഇൻസ്ട്രക്ഷൻസ്, ഒരു ട്രാൻസാക്ഷനകത്ത് വരുന്ന എല്ലാ ഇൻസ്ട്രക്ഷൻസും എക്സിക്യൂട്ട് ആവണം, അല്ലെങ്കിൽ ഒന്നും എക്സിക്യൂട്ട് ആവരുത്. യൂണിറ്റ് ഓഫ് അറ്റോമിസിറ്റിനെയാണ് നമ്മൾ ട്രാൻസാക്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമുക്കൊരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു സിംഗിൾ ലോജിക്കൽ ഓപ്പറേഷൻ അല്ലെങ്കിൽ ഫംഗ്ഷൻ പെർഫോം ചെയ്യണമെങ്കിൽ നമ്മളൊരു സർട്ടൻ കളക്ഷൻ ഓഫ് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യേണ്ടതായിട്ട് വരും. അതാണ് ട്രാൻസാക്ഷൻ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ, ട്രാൻസാക്ഷൻ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ATM നിന്ന് നമുക്ക് കുറച്ച് പൈസ വിഡ്രോ ചെയ്യണം. വിഡ്രോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസിയാണ്, നമ്മൾ ചെന്ന് നമ്മുടെ പിൻ അടിച്ചു കൊടുത്ത് നമുക്ക് എത്ര എമൗണ്ട് ആണ് വിഡ്രോ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ മതിയാവും. പക്ഷേ സിസ്റ്റം ബാക്ക്ഗ്രൗണ്ടിൽ ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അതായത് ബാലൻസ് ചെക്ക് ചെയ്യണം. അത് സഫീഷ്യൻ്റ് ആണെങ്കിൽ മാത്രമേ വിഡ്രോവൽ പോസിബിൾ ആവുള്ളൂ. സഫീഷ്യൻ്റ് ആണെങ്കിൽ ആ എമൗണ്ട് ആ എക്സിസ്റ്റ് ചെയ്യുന്ന ബാലൻസിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യണം. എന്നിട്ട് ബാങ്ക് റെക്കോർഡ് അപ്ഡേറ്റ് ചെയ്യണം. അങ്ങനെ കുറച്ച് സർട്ടൻ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ബാക്ക് എൻഡിൽ നടക്കേണ്ടതായിട്ടുണ്ട്. ഇതിനു വേണ്ടിയിട്ടൊരു ഒരൊറ്റ ഒരു ലോജിക്കൽ ഫംഗ്ഷൻ ATM-ൽ നിന്നുള്ള പൈസ വിഡ്രോവൽ എന്ന് പറയുന്ന ഓപ്പറേഷൻ പെർഫോം ചെയ്യണമെങ്കിൽ മാത്രം. അങ്ങനെയുള്ള കളക്ഷൻ ഓഫ് ഓപ്പറേഷൻസിനെയാണ് നമ്മൾ ട്രാൻസാക്ഷൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, DBMS-ല് ട്രാൻസാക്ഷന്റെ ട്രാൻസിഷൻ സ്റ്റേറ്റ്സ് ആണ് ഈ പിക്ചറിൽ കൊടുത്തിരിക്കുന്നത്. ഇനീഷ്യൽ സ്റ്റേറ്റ്, ഒരു ട്രാൻസാക്ഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഇനീഷ്യലി അത് ആക്റ്റീവ് സ്റ്റേറ്റിലേക്കാണ് പോകുന്നത്. ഓക്കെ, ആക്റ്റീവ് സ്റ്റേറ്റ് അത് ദെൻ ഒരു സം റീഡ് ഓർ റൈറ്റ് ഓപ്പറേഷൻസ് പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ അത് പാർഷ്യലി കമ്മിറ്റഡ് സ്റ്റേറ്റിലേക്കായിരിക്കും പോകുന്നുണ്ടായിരിക്കാം. അതായത് നമ്മുടെ ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്തു, അത് റീഡ് ആയിക്കോട്ടെ റൈറ്റ് ആയിക്കോട്ടെ. പക്ഷെ നമ്മുടെ ഡേറ്റാബേസിലോട്ട് ആ റിസൾട്ട് നമ്മൾ റൈറ്റ് ചെയ്തിട്ടില്ല, ജസ്റ്റ് ആ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ടെന്ന് മാത്രം. അതിനെയാണ് നമ്മൾ പാർഷ്യലി കമ്മിറ്റഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അത് പെർമനന്റ് സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പറയാം കമ്മിറ്റഡ് സ്റ്റേറ്റ് ആണ്. കമ്മിറ്റഡ് സ്റ്റേറ്റ് എന്ന് ദെൻ നമ്മുടെ നെക്സ്റ്റ് സ്റ്റേറ്റിലേക്കുള്ള ട്രാൻസിഷൻ എന്ന് പറയുന്നത് ടെർമിനേറ്റഡ് സ്റ്റേറ്റ്. അതായത് ആക്റ്റീവ് സ്റ്റേറ്റിൽ നിന്ന് എന്താണോ ഇനീഷ്യലി ഉണ്ടായിരുന്നത് അത് മാറി ഓപ്പറേഷൻ പെർഫോം ചെയ്ത് അത് കമ്മിറ്റ് ചെയ്തു. ആ ഒരു ട്രാൻസാക്ഷൻ കമ്മിറ്റ് ചെയ്തതിന് ശേഷം ടെർമിനേറ്റഡ് സ്റ്റേറ്റിൽ എത്തിക്കഴിഞ്ഞാലാണ് കംപ്ലീറ്റ് എല്ലാം സക്സസ്ഫുള്ളി നടന്നു എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കാം. പക്ഷെ ഈ പാർഷ്യലി കമ്മിറ്റഡ് സ്റ്റേറ്റിൽ നിന്ന് നിൽക്കുന്ന സമയത്ത് വേണമെങ്കിൽ ഒരു ഫെയിലിയർ സംഭവിക്കാം. അല്ലെങ്കിൽ ആക്റ്റീവ് സ്റ്റേറ്റിൽ, അതായത് ഇനീഷ്യലി ട്രാൻസാക്ഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെയും ഒരു ഫെയിലിയർ സംഭവിക്കാം. ഈ രണ്ട് കേസസിലും നെക്സ്റ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഫെയിൽഡ് സ്റ്റേറ്റ് ആണ്. ഫെയിൽഡ് സ്റ്റേറ്റിലാണെങ്കിൽ എന്തെങ്കിലും ഓപ്പറേഷൻ പെർഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് റോൾ ബാക്ക് ചെയ്യണം. റോൾ ബാക്ക് ചെയ്താൽ നെക്സ്റ്റ് പോകുന്ന സ്റ്റേറ്റ് എന്ന് പറയുന്നത് അബോർട്ടഡ് സ്റ്റേറ്റിലോട്ടായിരിക്കും. അബോർട്ടഡ് സ്റ്റേറ്റിന് ശേഷം ടെർമിനേറ്റഡ് സ്റ്റേറ്റിലോട്ട്, അതായത് കംപ്ലീഷൻ എന്നുള്ളതാണ്, ടെർമിനേഷൻ എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്, അതിലോട്ടായിരിക്കും നെക്സ്റ്റ് മൂവ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ മറക്കരുത്, ഫെയിൽഡ് സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ നോർമൽ എക്സിക്യൂഷൻ കണ്ടിന്യൂ ചെയ്യാനായിട്ട് സാധിക്കില്ല എന്ന് മനസ്സിലാക്കിയാൽ ദെൻ ഫെയിൽഡ് സ്റ്റേറ്റിലോട്ടായിരിക്കും പോവുക. ദെൻ ട്രാൻസാക്ഷൻ റോൾ ബാക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് പ്രീവിയസ് സ്റ്റേറ്റിലോട്ട് നമ്മൾ റീസ്റ്റോർ ചെയ്യുകയാണെങ്കിൽ, DBനെ റീസ്റ്റോർ ചെയ്യുകയാണെങ്കിൽ അത് അബോർട്ടഡ് സ്റ്റേറ്റിലായിരിക്കും. ഓക്കെ, കമ്മിറ്റഡ് സ്റ്റേറ്റ് എന്താണ്? നമ്മൾ ട്രാൻസാക്ഷൻ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് കമ്മിറ്റഡ് സ്റ്റേറ്റിലോട്ട് എത്തുന്നത്. ഇപ്പോൾ ഒരു ട്രാൻസാക്ഷൻ അബോർട്ട് ചെയ്യുകയാണെങ്കിൽ അത് ടെർമിനേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? പുതിയ ട്രാൻസാക്ഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടതായിട്ട് വരും.
കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു ട്രാൻസാക്ഷൻ ഒരു കാരണവശാലും എന്ത് ചെയ്യില്ല, അബോർട്ട് ചെയ്യില്ല. ഇത്രയും പോയിന്റ്സ് ഇതിൽ ഓർത്ത് വെച്ചേക്കണേ. ഇനി ട്രാൻസാക്ഷൻ ഷുഡ് പൊസസ് സം പ്രോപ്പർട്ടീസ്, അതാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് ട്രാൻസാക്ഷൻ എന്നുള്ളത് നമ്മൾ കണ്ടു. ഇനി ട്രാൻസാക്ഷൻ ഷുഡ് പൊസസ് സം പ്രോപ്പർട്ടീസ്. ദോസ് ആർ നോൺ ആസ് ആസിഡ് പ്രോപ്പർട്ടീസ്. A stands for atomicity, C stands for consistency, I stands for isolation, and D stands for durability. ഈ ആസിഡ് പ്രോപ്പർട്ടീസ് ലിസ്റ്റ് ഡൗൺ ചെയ്തിട്ട് ഇതിനകത്ത് ഏതാണ് ആസിഡ് പ്രോപ്പർട്ടി ആയത് അല്ലെങ്കിൽ ആസിഡ് പ്രോപ്പർട്ടി അല്ലാത്തത് ഏത്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് കേരള PSCയിൽ മുൻപും ചോദിച്ചിട്ടുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. സോ ആസിഡ് പ്രോപ്പർട്ടീസ്, ഈ ആസിഡ് എന്ന് പറയുന്നതിന്റെ ഫുൾ ഫോം പഠിക്കുക. അറ്റോമിസിറ്റി, കൺസിസ്റ്റൻസി, ഐസൊലേഷൻ ആൻഡ് ഡ്യൂറബിലിറ്റി. ഈസി ആണ്. ഓക്കെ, ഇതിൽ അറ്റോമിസിറ്റി നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അറ്റോമിസിറ്റി എന്ന് പറയുന്നത് ഓൾ ഓർ നൺ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. ഒന്നുകിൽ ട്രാൻസാക്ഷനിലെ എല്ലാ ഓപ്പറേഷൻസും എന്ത് ചെയ്യണം, കംപ്ലീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഒന്നുപോലും ചെയ്യരുത്. ഏതെങ്കിലും ഒരു ചെറിയ പാർട്ട് ഫെയിൽ ആവുകയാണെങ്കിൽ എൻറ്റയർ ട്രാൻസാക്ഷനും എന്ത് ചെയ്യും, റോൾ ബാക്ക് ചെയ്യും. അതാണ് നമ്മൾ നേരത്തെ ആ ട്രാൻസിഷൻ ഡയഗ്രത്തിൽ കണ്ടത്. പാർഷ്യലി കമ്മിറ്റഡ് സ്റ്റേറ്റ് എന്ന് പോലും നമുക്ക് എന്ത് സംഭവിക്കാം, ഫെയിലിയർ സംഭവിച്ച് ഫെയിൽഡ് സ്റ്റേറ്റിലേക്ക് മൂവ് ചെയ്യാം. ആ കേസിൽ എന്ത് ചെയ്യണം, നമ്മൾ റോൾ ബാക്ക് ചെയ്യണം. എൻറ്റയർലി റോൾ ബാക്ക് ചെയ്ത് പ്രീവിയസ് സ്റ്റേറ്റിലേക്ക് എത്തണം. ദെൻ ന്യൂ ആയിട്ട് എന്ത് ചെയ്യേണ്ടി വരും, ട്രാൻസാക്ഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, കംപ്ലീറ്റ് സക്സസ് ആണെങ്കിൽ പെർമനന്റ്ലി നമുക്കത് കമ്മിറ്റ് സ്റ്റേറ്റിലോട്ട് പോവാം, സ്റ്റോർ ചെയ്യാം, എന്നിട്ട് സ്റ്റേറ്റ് ടെർമിനേറ്റ് ചെയ്യാം. ഓക്കെ, സോ അറ്റോമിസിറ്റി എന്ന് പറയുമ്പോൾ ഓൾ ഓർ നത്തിങ്, ഈതർ ഓൾ ഓപ്പറേഷൻസ് ഓഫ് ദ ട്രാൻസാക്ഷൻസ് ആർ കംപ്ലീറ്റഡ് അല്ലെങ്കിൽ ഓർ നൺ ആർ. ഓക്കെ, പാർഷ്യൽ അപ്ഡേറ്റ്സ് പോസിബിൾ അല്ല, അതിനെ പ്രിവെന്റ് ചെയ്യണം. പാർഷ്യൽ അപ്ഡേറ്റ്സ് ഉണ്ടായാൽ ദാറ്റ് മേ കോസ് ഡേറ്റ കറപ്ഷൻ. സോ അറ്റോമിസിറ്റി സിമ്പിൾ ആണ്. ദെൻ വരുന്നതാണ് കൺസിസ്റ്റൻസി. കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ വാലിഡ് സ്റ്റേറ്റ് ട്രാൻസിഷൻ. അതായത് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് ഒരു കൺസിസ്റ്റന്റ് സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു കൺസിസ്റ്റന്റ് സ്റ്റേറ്റിലോട്ടുള്ള ട്രാൻസിഷൻ ആയിരിക്കണം. വാലിഡ് സ്റ്റേറ്റ് ട്രാൻസിഷൻ നടക്കണം. അതായത് ഒരു ട്രാൻസാക്ഷൻ സക്സസ്ഫുള്ളി എക്സിക്യൂട്ട് ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഡേറ്റാബേസ് എന്ന് പറയുന്നത് ഒരു കൺസിസ്റ്റന്റ് സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു കൺസിസ്റ്റന്റ് സ്റ്റേറ്റിലേക്ക് മൂവ് ചെയ്യും എന്നതാണ് ഉദ്ദേശിക്കുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ഐസൊലേഷൻ. ഐസൊലേഷൻ എന്ന് പറയുമ്പോൾ ട്രാൻസാക്ഷൻസ് ഡോണ്ട് ഇന്റർഫിയർ. ട്രാൻസാക്ഷൻസ് എല്ലാം ഇൻഡിപെൻഡന്റ്ലി ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഐസൊലേറ്റഡ് ആയിരിക്കും, ഇൻഡിപെൻഡന്റ്ലി എക്സിക്യൂട്ട് ചെയ്യുന്നതായിരിക്കും. കൺകറന്റ്ലി എക്സിക്യൂട്ട് ചെയ്യുകയാണെങ്കിൽ പോലും. ഇനി ഫോർത്ത് വൺ എന്ന് പറയുന്നത് ഡ്യൂറബിലിറ്റി ആണ് ഉദ്ദേശിക്കുന്നത്. ഡ്യൂറബിലിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്, ചേഞ്ചസ് ഷുഡ് പെർസിസ്റ്റ് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു ട്രാൻസാക്ഷൻ ഒരിക്കൽ കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ്സ് എഫക്ട്സ് ആർ പെർമനന്റ്. ഇൻ കേസ് സിസ്റ്റം ക്രാഷ് ആവുകയാണെങ്കിൽ പോലും അതിന്റെ എഫക്ട് എന്തായിരിക്കണം, പെർമനന്റ് ആയിരിക്കും. അതാണ് ഡ്യൂറബിലിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ആസിഡ് പ്രോപ്പർട്ടീസ് ആർ വെരി ഇമ്പോർട്ടൻറ്റ്. ദീസ് ആർ ദ പ്രോപ്പർട്ടീസ് ദാറ്റ് ഹാസ് ടു ബി പൊസസ്ഡ് ബൈ എ ട്രാൻസാക്ഷൻ. അറ്റോമിസിറ്റി, കൺസിസ്റ്റൻസി, ഐസൊലേഷൻ ആൻഡ് ഡ്യൂറബിലിറ്റി. ഈ വീഡിയോയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത കോൺസെപ്റ്റ് എല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിക്കുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കുട്ടികളാണെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് ദ ചാനൽ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. സൈനിങ് ഓഫ്, യുവർ സ്റ്റഡി പാർട്ട്ണർ ക്ലിക്ക്. സ്റ്റേ ഫോക്കസ്ഡ് ഓൺ വാട്ട് റിയലി മാറ്റേഴ്സ് ടു യു.